നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ കല്യാണം ഗൈസ് കുടുംബത്തിലേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാം. റിയാസിന്റെ കൂടെ. റിയാസ് നോക്കണ ക്യാമറയ്ക്ക്. ഓക്കെ. പിന്നെ വിറ്റിട്ട് രാജാവുതാ ഹർഷ, നിയാസ്, ചാച്ചു, ആച്ചു. പിന്നെ ഒയാസിന്റെ ദമ്മ് ബിരിയാണി ബീഫ്, അതാണ് മെയിൻ. പക്ഷെ ഞങ്ങള് കെട്ടാൻ പോണ നമുക്ക് അവിടെ ഇരിക്കും. അതാ ഇപ്പിടി അതേ വണ്ടി അതേ ആൾക്കാർ, ഒരു മാറ്റമില്ല. എവിടെയാണ് പെണ്ണിന്റെ വീട് വരുന്നത്? പള്ളിക്കുറുപ്പ് ഓളപ്പാകം. അയ്യപ്പൻകാവ് എത്തി നമ്മള്. പോയി എന്നിട്ടാ പോണ് പനോട്ടി. ആര് പോയി എന്നിട്ടാ പോണ പോയി ആരുടെ കല്യാണം ചാച്ചു? നിങ്ങൾ മുമ്പ് പോയിരിക്കണത് വളർന്ന് വണ്ടി എടുക്കും. കണ്ടേ എല്ലാവരും പോയി നിക്കത് പെണ്ണിന്റെ വീട്ടിൽ പോണ വഴിയല്ലേ? അതല്ലേ വേറെ അല്ലാതെ അവിടെ വന്നിട്ടേ കുടുംബത്തിൽ വന്നിട്ടേ നിങ്ങക്കത് അറിയില്ലല്ലോ, നമുക്കെല്ലാം അറിയുള്ളൂ. തള്ളിയിട്ടല്ലേ കല്യാണത്തില് വന്ന് കയറിയതും കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടേ ചോറ് കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ വേണ്ട പറഞ്ഞു. പിന്നെ അവർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വന്നു. ഭക്ഷണം കണ്ടാ? ഹലോ കുഞ്ഞാപ്പോ അടിപൊളി. ഇതിന്റെ ഈ ഭക്ഷണത്തിന്റെ മഹിമ ഞങ്ങൾ ബാദുവിനോട് പറയും. എങ്ങനെ ഫുഡ് എങ്ങനെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഓക്കെയോ? അതെ. ഇനി അവിടെ എങ്ങനെ ഭക്ഷണം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, പുതിയ പെണ്ണെന്ന് കാണിച്ചു തരാം. എവിടെ? കല്ലടിക്കൂടോ? കല്ലടിക്കൂടോ? അയ്യോ ഗായ്സ്, വളരെ മോശം. ലൈറ്റ് കല്യാണം ചെക്കൻ്റെ കുടുംബക്കാരും കൂട്ടുകാരും തമ്മിൽ ശരി പറയും. ശരി അറിയില്ലേ? ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളും മക്കളും ഫാമിലി എല്ലാവരും വന്നിട്ടുള്ള പരിപാടിയല്ലേ, എല്ലാവരും സന്തോഷത്തിലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കോപ്പിറൈറ്റ് വരാൻ വേണ്ടിയിട്ട് പാട്ടും വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല, അപ്പോൾ കോപ്പിറൈറ്റ് വന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ എത്തി, 11 മണി വൈകുന്നേരം അവിടെ എത്തി. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയതാണ്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ആണ് കറണ്ട് പോയപ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കാൻ കയറി. പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ ഉള്ളത്. പിന്നെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ എത്താൻ കുറച്ച് വൈകി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. കാരണം അവിടെ ആളുകളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ.
ഞങ്ങളുടെ വ്ളോഗ് വീണ്ടും ആരംഭിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുത്തെ ഒയാസിന്റെ ഫുഡ് വെച്ചിട്ട് റിയാസ് ടീം ഒയാസിസിന് പറഞ്ഞപ്പോഴാണ് എനിക്കിത് പറയാനുള്ള ഓർമ്മ വന്ന്. മറ്റൊന്നുകൊണ്ടല്ല, ഞങ്ങൾ അവിടെ പോയിട്ട് രാവിലെ നേരത്തെ പോയതുകൊണ്ട് ഇവിടെ കല്യാണപ്പെണ്ണിൻ്റെ നാട്ടിൽ അവരുടെ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഞങ്ങൾ പോയ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയത്, തലേ ദിവസത്തെ നെയ്ച്ചോറും കുറുമി, ചിക്കൻ്റെ കുറുമി, ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡ്. ഞാൻ 2 വർഷത്തിന് ശേഷമാണ് കല്യാണത്തിന് തലേ ദിവസത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് നല്ല എന്തൊരു നൊസ്റ്റാൾജിയാണ് സംഭവം. അതുകൊണ്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്ന് ബാദുവിൻ്റെ ബിരിയാണി കേട്ടോ, ദമ്മാണ്, അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല. കല്യാണം കെട്ടി വന്നോട്ടോ, കലടിക്കോട് ചുങ്കത്തുള്ള SDC ആളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ പള്ളിക്കുറുപ്പ് പോയി രാവിലെ നേരത്തെ പോയിട്ട് കല്യാണം അവിടെ നിന്ന് കെട്ടി ഒരു ഉച്ച 12 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തി. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആയിക്കോട്ടെ, നമ്മളുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്, പ്രത്യേകിച്ച് ലേഡീസ്. അവർ ഈ വീട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് കാണാറുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അത് വലിയ സന്തോഷം. അവർക്ക് ഞാനൊരു താങ്ക്സ്, എൻ്റെ വീഡിയോ തിരക്കിനിടയിൽ കാണുന്നതുകൊണ്ട് ഞാനൊരു നന്ദി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഫാമിലീസ് എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വൈകിട്ട് ഫംഗ്ഷന് ഞാൻ നിന്നില്ല, എനിക്ക് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളവിടെ നിന്ന് നൈസിൽ വിട്ടു. ഓക്കെ, മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.